ഫിസിക്സ് എന്നുള്ള സബ്ജക്റ്റ് വളരെ അടുപ്പത്തിൽ അടിപൊളിയായിട്ട് നിങ്ങൾ ഒരിക്കലും മറക്കാത്ത വിധം നിങ്ങളോട്ട് വന്നു ചേരുന്നതാണ്. നമ്മൾ ഈ സബ്ജക്റ്റിനെ പഠിക്കാൻ ഉപയോഗിക്കുന്ന രീതി എന്നുള്ളതാണ്. നമ്മളാരും എന്തല്ല ഐൻസ്റ്റീൻ്റെ മക്കളല്ല അല്ലേ. നമ്മൾ ബേസിക്കലി ഫിസിക്സിൽ നമ്മളൊരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കലാണ്. നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, അവർക്ക് ഫിസിക്സ് ഭയങ്കര ടഫാണ് സാറേ, മറ്റു രണ്ടും എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, പക്ഷേ ഫിസിക്സ് ഒരു നിലക്കും അടുക്കുന്നില്ല എന്ന് കുട്ടികൾ പറയാറുണ്ട്. ഇത് പല കാരണങ്ങൾ കൊണ്ടാണ്. അത് ഒന്നാമത്തെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ സബ്ജക്റ്റിനെ നോക്കി കാണുന്ന രീതിയാണ് അല്ലേ. ഇതെന്തോ നേരത്തെ പറയുന്ന പോലെ ഒരിക്കലും കയറാൻ പറ്റാത്തൊരു മലയാണ്, എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള ആ ഒറ്റ തോന്നലാണ് നമുക്ക് ഈ സബ്ജക്റ്റ് കൊണ്ട് വഴങ്ങാത്തത് അല്ലേ. നമ്മൾ ഇപ്പം ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മളൊരു നീന്തൽ എന്നുള്ള പ്രോസസ്സ് നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു നീന്തൽ അറിയാത്തൊരു മനുഷ്യനാണെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിലുള്ള പേടികൾ എന്തായിരിക്കും? ഞാൻ വെള്ളത്തിലിറങ്ങിയാൽ മുങ്ങിപ്പോകുമോ, എനിക്ക് നീന്തൽ പഠിച്ചെടുക്കാൻ പറ്റുമോ, എന്നെക്കൊണ്ട് പറ്റുന്ന പണിയാ തോന്നില്ല, എനിക്ക് ഒരു കാലത്തും നീന്തൽ പഠിക്കാൻ വേണ്ടി പറ്റില്ല എന്ന രീതിയിലാണ് നമുക്ക് തോന്നുക. മറിച്ച് നമ്മളതിനെ കോൺസ്റ്റൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇവഞ്ച്വലി നമുക്ക് നീന്താൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെയാണ് അല്ലേ നമ്മൾ ഫിസിക്സ് എന്ന് പറയുന്ന സാധനം. നമ്മൾ ബേസിക്കലി ഫിസിക്സിൽ നമ്മളൊരു സ്കില്ല് ഉണ്ടാക്കിയെടുക്കലാണ്. സോ ആ സ്കില്ല് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മളതിനെ നോക്കിക്കാണുന്ന സമയത്ത് നമുക്ക് ഒരുപാട് രീതിയിലുള്ള പേടികളുണ്ടാവും. മറിച്ച് ഇതെനിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ അതിലോട്ട് ചെന്ന് ഇറങ്ങുകയാണെങ്കിൽ വിത്ത് ടൈം നമുക്ക് ആ സ്കില്ലായിട്ട് വരികയും അടിപൊളിയായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ്. ഇനി അടുത്തൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ സബ്ജക്റ്റിനെ പഠിക്കാൻ ഉപയോഗിക്കുന്ന രീതി എന്നുള്ളതാണ് അല്ലേ. കുട്ടികൾ എപ്പോഴും ചെയ്യാറ്, അവർ ഫിസിക്സ് പഠിക്കുന്നത് ബയോളജി പഠിക്കുന്ന പോലെയോ അല്ലെങ്കിൽ കെമിസ്ട്രിയിലൊക്കെ ഇൻഓർഗാനിക്കൊക്കെ പഠിക്കുന്ന പോലെ അല്ലേ, നോട്ടൊക്കെ ഇങ്ങനെ ആടി വായിച്ച് അല്ലെ, അവർ പബ്ലിക് എക്സാമിന് എങ്ങനെയായിരുന്നോ എടുത്തിരുന്നത് ആ രീതിയിലാണ് ഫിസിക്സിനും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പലപ്പോഴും കുട്ടികൾ പറയേണ്ടത്, സാർ എനിക്ക് ആ സാറെടുത്ത ക്ലാസ് മനസ്സിലായില്ല, അതുകൊണ്ടാണ് പ്രശ്നം എന്ന രീതിയിലൊക്കെ കുട്ടികൾ പറയുന്നത്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എത്രയൊക്കെ നിങ്ങൾ നോട്ട് വായിച്ചാലും എത്രയൊക്കെ അടിപൊളിയായിട്ടുള്ള ക്ലാസ് നിങ്ങൾ ഇരുന്നാലും നമുക്ക് മാക്സിമം ഒരു 40 to 50% ഓഫ് ദി കൺസെപ്റ്റ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ അവിടെ ഒരുപാട് സമയം നിങ്ങൾ ചെയ്യരുത്. കുട്ടികൾ എപ്പോഴും ചെയ്യുന്ന ഒരു പ്രവണതയാണ് അല്ലേ, ഒരേ ചാപ്റ്ററിൻ്റെ 2, 3, 4 ഒക്കെ ലെക്ചർ വീഡിയോസ് കാണും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം നമുക്ക് എത്ര കിട്ടുള്ളൂടാ, ഒരു 40 to 50% ഓഫ് ദി കൺസെപ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഞാൻ നിങ്ങൾക്ക് നീന്തൽ പഠിപ്പിച്ച് തരാൻ വേണ്ടി പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു 100 hours ഓഫ് ക്ലാസ് ഞങ്ങൾക്ക് എടുത്ത് തരികയാണ്. ഒക്കെ തല പൊന്തണം, കൈ ഇങ്ങനെ അടിക്കുമ്പോൾ കാര്യങ്ങൾ ശ്വാസം ഇങ്ങനെ വലിക്കുന്നൊക്കെ 100 hours ഓഫ് ലെക്ചർ ഞാൻ നിങ്ങൾക്ക് എടുത്ത് തരികയാണ്. എന്നിട്ട് ഞാൻ നിങ്ങളെ വെള്ളത്തിൽ കൊണ്ടിട്ടാൽ നിങ്ങൾക്ക് നീന്താൻ വേണ്ടി പറ്റുമോ? സ്വാഭാവികമായിട്ടില്ല. അതുപോലത്തെ തന്നെയാണ് ഫിസിക്സ് എന്ന സബ്ജക്റ്റും. എത്രയൊക്കെ നിങ്ങൾ ക്ലാസ് കേട്ടാലും എത്രയൊക്കെ നിങ്ങൾ നോട്ട് ആടി വായിച്ചാലും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40 to 50% ഓഫ് ദി കൺസെപ്റ്റേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ബാക്കിയുള്ള സാധനം പഠിക്കുക? നിങ്ങൾ ഇരുന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലേ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നീന്താൻ വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ വണ്ടിയിലേക്ക് ആക്സിഡൻറ്റ് ക്ലച്ചൊക്കെ ചവിട്ടി പഠിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ക്വസ്റ്റ്യനും എടുത്തുകൊണ്ട് ആലോചിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് വേണം പഠിക്കാൻ. ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്, ഈ നേരത്തെ പറഞ്ഞ് നിങ്ങൾ അത്രയും ക്ലാസ് കേൾക്കുന്നു, നിങ്ങൾ ക്വസ്റ്റ്യനോട്ട് വരുന്നു, നിങ്ങൾക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ഉത്തരം കിട്ടണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മക്കൾ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യവശം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം, പക്ഷേ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മളവിടെ എന്താവരുത്, വളരെയധികം ഡിസ്ഹാർട്ടൻഡായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള ആ ഒരു ലൂപ്പിൽ വിടരുത്. മറിച്ച് നമ്മൾ പഠിക്കാനൊരു അവസരമാണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ കൺസെപ്റ്റാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. നേരത്തെ പറയുന്ന ബാക്കി വരുന്ന ഒരു 40 to 50 to 60% ഓഫ് ദി കൺസെപ്റ്റിലെ 1% രീതിയിൽ ഓരോ കൺസെപ്റ്റ് കയറുകയാണ് എന്ന രീതിയിൽ വേണം നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും പ്രോപ്പറായിട്ട് നമ്മൾ വായിക്കുന്നു, നല്ല രീതിയിൽ മലയാളത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു, എന്നിട്ട് നമ്മൾ ഫുൾ ബുദ്ധി വെച്ചും ക്ലാസ് കേട്ടത് നോട്ടൊക്കെ വെച്ച് നമ്മൾ ആലോചിക്കുന്നു. എന്നിട്ട് കത്തിയിട്ടില്ല എന്നെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? സൊല്യൂഷൻ നോക്കുന്നു. അങ്ങനെ സൊല്യൂഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, ഓ ഇങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ടല്ലേ. അവിടെ നമുക്ക് എന്തുണ്ടാവുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 1% കൺസെപ്റ്റ് എങ്കിലും സംഭവിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇവഞ്ച്വലി നിങ്ങൾ എന്താണ്, നിങ്ങളെ കൺസെപ്റ്റ് ഇങ്ങനെ കയറി വരികയാണ്. വൺസ് അല്ലേ ഒരു ഹോൾ പിക്ചർ ആവുന്ന സമയത്ത്, നിങ്ങൾക്ക് ഏകദേശം കൺസെപ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് മെല്ലെ സ്വമേധ ഉത്തരം കിട്ടി തുടങ്ങുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ, ഓരോ ചാപ്റ്ററും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും? ഒരു വില കൽപ്പിച്ചിട്ടുണ്ടാകും. ഞാൻ എപ്പം പറയുന്ന കാര്യമാണ്. ഇപ്പോൾ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് എന്ന ചാപ്റ്റർ എനിക്കൊരു ഒരു 80 എന്നുള്ളൊരു വില കൽപ്പിച്ചെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ എന്താണ്, ആ 80 ക്വസ്റ്റ്യൻ വരെ ചിലപ്പോൾ എനിക്ക് ഉത്തരം കിട്ടുന്നുണ്ടാവില്ല. 81 ക്വസ്റ്റ്യൻ മുതലാണ് എനിക്ക് ഉത്തരം കിട്ടുന്നുണ്ടാവുക. സോ എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം എന്താണ്? ആ 80 ക്വസ്റ്റ്യൻ വരെ തളരാതെ ഇരുന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ പാഠം നിങ്ങൾക്കൊരു വില കൽപ്പിച്ചിട്ടുണ്ട്. ആ പാഠത്തിന് മുമ്പിലാണ്ട് ഇരുന്ന് കൊടുക്കുക. ക്വസ്റ്റ്യൻ ഇരുന്ന് ഞാൻ നേരത്തെ പറയുന്ന പോലെ ഫുൾ ബുദ്ധി വെച്ച് ആലോചിച്ച്, എന്നിട്ട് കത്തില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? സൊല്യൂഷൻ കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളിയായിട്ട് കൺസൾട്ട് ചെയ്ത് വരും.
വരികയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്പർ എത്തുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടി തുടങ്ങുന്നതാണ്. ഇനി ലാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഓക്കെ, ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ് പറഞ്ഞൊരു കാര്യമാണ്, നമ്മളാരും എന്തല്ല ഐൻസ്റ്റീൻ്റെ മക്കളല്ല, അല്ലേ? നമുക്കൊക്കെ വളരെ സാധാരണയായിട്ട് ഐക്യുള്ളൂ എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ മറന്നു പോകും എന്നുള്ളൊരു വസ്തുത നമ്മൾ അംഗീകരിച്ചേ പറ്റും. സോ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഈ കൺസെപ്റ്റൊക്കെ കത്തിച്ച് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും, ടെമ്പററി ആയിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ അത്രയും അടിപൊളിയായിട്ട് ഞാൻ മനസ്സിലാക്കി ഞാൻ ഒരിക്കലും മറന്നു പോകില്ല എന്നുള്ളത്. പക്ഷേ ഒരു 2-3 മാസം കഴിയുമ്പോൾ ഫിസിക്സ് ഒരു 4-5 ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാവും, കെമിസ്ട്രി 2-3 ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാവും, ബയോളജി ഒരു 5-10 ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാവും. സോ ഇത്രയും ചാപ്റ്റർ കഴിഞ്ഞ ശേഷം നിങ്ങൾ പിന്നീട് പിന്നിലോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കൺസെപ്റ്റ്സ് ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് കത്തിച്ച ഓരോ കൺസെപ്റ്റ്സും ഉണ്ടല്ലോ, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നു, ഫുൾ ബുദ്ധിയിൽ നിങ്ങൾ ആലോചിക്കുന്നു, കത്തുന്നില്ല, നിങ്ങൾ സൊല്യൂഷൻ നോക്കുന്നു, അപ്പോൾ ഇങ്ങനൊരു സാധനം ഉണ്ടല്ലേ എന്ന് പറയുന്ന ആ ഒരു ബൾബ് ഉണ്ടല്ലോ, ആ ബൾബ് നിങ്ങൾ അടിപൊളിയായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. നിങ്ങളൊരു ബുക്കിലൊക്കെ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയാണ്, അതിന് ഒരുപാട് സമയമൊന്നും ചിലവാക്കരുത്, വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ എഴുതി ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയാണ്, അല്ലാണ്ട് ഇങ്ങനെയല്ല, നിങ്ങൾ കൺസെപ്റ്റ് അടിപൊളിയായിട്ട് ചാപ്റ്ററാക്കി എഴുതി വെച്ച് ഈ സാധനം വൺസ് ഇൻ എ വൈൽ അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഈ ഒരു മിസ്റ്റേക്ക് ബുക്കിനെയോ അല്ലെങ്കിൽ ഈ ഒരു ബൾബ് ബുക്കിനെയോ നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. റിവിഷൻ ഈസ് ദ കീ. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫിസിക്സ് എന്നുള്ള സബ്ജക്റ്റ് വളരെ അടുപ്പത്തിൽ അടിപൊളിയായിട്ട് നിങ്ങൾ ഒരിക്കലും മറക്കാത്ത വിധം നിങ്ങളോട്ട് വന്നു ചേരുമെന്നുള്ളതാണ്. സോ അങ്ങനെ നിങ്ങളൊന്ന് ഫിസിക്സിനെ പഠിച്ച് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നീറ്റ് ഫിസിക്സിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും.